നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഗാർഗ്ദ്വീപിലെ US ആക്രമണത്തിന് പിന്നാലെ അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി ഇറാൻ. പശ്ചിമേഷ്യയിൽ USുമായി സഹകരിക്കുന്ന എല്ലാ എണ്ണ കമ്പനികളുടെ കേന്ദ്രങ്ങൾക്കു നേരെയും പ്രത്യാക്രമണം നടത്തുമെന്ന് ഇറാൻ സായുധ സേന മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രമായ ഗാർഗ്ദ്വീപിൽ ബോംബിംഗ് നടത്തിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിന് പിന്നാലെയാണ് തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാനും രംഗത്തെത്തിയിരിക്കുന്നത്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% കൈകാര്യം ചെയ്യുന്നത് ഗാർഗ്ദ്വീപിലാണ്. ഇറാന്റെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലായാണ് ഗാർഗ്ദ്വീപിനെ കണക്കാക്കുന്നത്. ഇവിടെയുള്ള സൈനിക കേന്ദ്രങ്ങൾ പൂർണ്ണമായും ബോംബിംഗിൽ നശിപ്പിച്ചെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. അതേസമയം ദ്വീപിൽ 15ലധികം സ്ഫോടനങ്ങൾ ഉണ്ടായെങ്കിലും എണ്ണയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായിട്ടില്ലെന്ന് ഇറാന്റെ വാർത്താ ഏജൻസിയായ ഫാർസ് റിപ്പോർട്ട് ചെയ്തു. മിഡിൽ ഈസ്റ്റിലേക്ക് കൂടുതൽ മറൈൻ സൈനികരെയും യുദ്ധക്കപ്പലുകളും US അയക്കുമെന്ന പുതിയ റിപ്പോർട്ടുകൾ. USS ട്രിപ്പോളി എന്ന ആംഫിബിയസ് ആക്രമണ കപ്പലും ഒരു മറൈൻ ആംഫിബിയസ് സ്റ്റഡി ഗ്രൂപ്പും 31ാമത് മറൈൻ എക്സ്പെഡിഷണറി യൂണിറ്റും പെന്റഗൺ ഈ മേഖലയിലേക്ക് വിന്യസിക്കുന്നുണ്ടെന്ന് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഏകദേശം 2500 മറൈനുകളും 2500 നാവികരും ഈ വിന്യാസത്തിന്റെ ഭാഗമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി US പ്രതിരോധ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഹോർമൂസ് കടലിടുക്കിലെ സമുദ്ര ഗതാഗതത്തിന് ഇറാൻ ഭീഷണി ഉയർത്തുകയും അയൽ രാജ്യങ്ങൾക്കെതിരെ ആക്രമണം അയച്ചുവിടുകയും ആഗോള കപ്പൽപാതകളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ നീക്കം. ഹീറ്റിംഗ് ഓയിൽ വില കുത്തനെ ഉയർന്നതിനെ തുടർന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് സഹായ പദ്ധതി പ്രഖ്യാപിക്കാനൊരുങ്ങി ധനകാര്യ മന്ത്രാലയം. അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ആഗോള എണ്ണ വില ഉയർന്നതോടെ ഹീറ്റിംഗ് ഓയിൽ ചെലവ് വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ സർക്കാർ പദ്ധതിയിടുന്നത്. അടുത്ത ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ സഹായ പദ്ധതി പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഗ്രാമപ്രദേശങ്ങളിലെ കുടുംബങ്ങളെയാണ് കൂടുതൽ ഇത് ബാധിക്കുന്നത്. ഇംഗ്ലണ്ടും വെയിൽസും ഉൾപ്പെടെ ഏകദേശം 17 ലക്ഷം വീടുകൾ ഹീറ്റിംഗിനും മറ്റും കെറോസിനാണ് ഉപയോഗിക്കുന്നത്. ഗ്യാസ് വൈദ്യുതി വിലകൾക്ക് നിയന്ത്രണം നൽകുന്ന എനർജി പ്രൈസ് ക്യാപ് സംവിധാനം ഹീറ്റിംഗ് ഓയിൽ വിലയ്ക്ക് ബാധകമല്ല. അതിനാൽ അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾക്ക് നേരിട്ട് ഉപഭോക്താക്കളെ ബാധിക്കുകയും ചെയ്യും. അതിനാൽ എനർജി പ്രൈസ് ക്യാപ് സംരക്ഷണമില്ലാത്ത കുടുംബങ്ങൾക്ക് സഹായം നൽകാൻ വേണ്ടിയുള്ള നടപടികൾ MPമാരുമായി ചേർന്ന് പരിശോധിച്ചു വരികയാണെന്ന് ചാൻസലർ റേച്ചൽ റീവ്സ് അറിയിച്ചു. മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുവാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യയിൽ കൂടുതൽ നിക്ഷേപം നടത്തുവാനൊരുങ്ങി സർക്കാർ. ഇന്ധനവില കുത്തനെ ഉയരുകയും അതോടെ പണപ്പെരുപ്പവും സാമ്പത്തിക വളർച്ചയിലും ആശങ്ക ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. ധനമന്ത്രി ചൊവ്വാഴ്ച നടത്തുന്ന പ്രധാന പ്രസംഗത്തിൽ സർക്കാരിന്റെ പുതിയ സാമ്പത്തിക തീരുമാനങ്ങൾ വീണ്ടും വിശദീകരിക്കുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. യൂറോപ്യൻ യൂണിയനുമായി കൂടുതൽ സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുക, ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് പ്രദേശം ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രാദേശിക വികസനം ശക്തിപ്പെടുത്തുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യയിൽ വലിയ നിക്ഷേപം നടത്തുക എന്നീ 3 പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങളാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. AI സാങ്കേതികത ജോലി അവസരങ്ങളെ ബാധിക്കുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ടെങ്കിലും ഇത് സാമ്പത്തിക വളർച്ചയ്ക്കുള്ള വലിയ അവസരമാണെന്ന് സർക്കാർ വിലയിരുത്തുന്നു. കൂടാതെ സർക്കാർ റാപ്പിഡ് ഇന്നോവേഷൻ പ്രൊക്യൂർമെന്റ് ടാസ്ക് ഫോഴ്സ് എന്ന പുതിയ സംവിധാനം രൂപീകരിക്കാനും പദ്ധതിയിടുന്നുണ്ട്. ഇത് പ്രതിരോധവും ആരോഗ്യ മേഖലയും ഉൾപ്പെടെ സർക്കാർ സ്ഥാപനങ്ങൾ പുതിയ സാങ്കേതികത വേഗത്തിൽ വാങ്ങുവാൻ സഹായിക്കും. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ദീർഘകാലം നീണ്ടാൽ സാമ്പത്തിക മേഖലയെ ബാധിക്കുവാനുള്ള സാധ്യതയുണ്ടെങ്കിലും നിലവിലെ ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനങ്ങൾ ശക്തമാണെന്ന് സർക്കാർ വിലയിരുത്തുന്നുണ്ട്. പുതിയ കാന്റർബറി ആർച്ച് ബിഷപ്പായ സാറാ മുലേലി തന്റെ സ്ഥാനാരോഹണ ചടങ്ങിന് മുന്നോടിയായി 6 ദിവസത്തെ തീർത്ഥാടനം നടത്തുന്നു. മാർച്ച് 25-ന് നടക്കാനിരിക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങിന് മുമ്പായി സാറാ മുലേലിയും ഭർത്താവും ചേർന്ന് ലണ്ടനിലെ സെന്റ് പോൾസ് കത്തീഡ്രൽ മുതൽ കാന്റർബറി കത്തീഡ്രൽ വരെ ഏകദേശം 140 കിലോമീറ്റർ ദൂരം നടന്ന് തീർത്ഥാടനം നടത്തും. ആധുനിക ചരിത്രത്തിൽ ആദ്യമായാണ് കാന്റർബറി ആർച്ച് ബിഷപ്പ് സ്ഥാനാരോഹണത്തിന് മുമ്പായി ഇത്തരമൊരു തീർത്ഥാടനം നടത്തുന്നത്. ബെഗറ്റ് വേ എന്ന പാതയിലൂടെ നടക്കുന്ന ഈ യാത്രയിൽ വിവിധ ദേവാലയങ്ങളിലും ആബികളിലും നടക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ അവർ പങ്കെടുക്കും. കൂടാതെ മറ്റ് തീർത്ഥാടകരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചില സ്കൂൾ സന്ദർശിക്കുകയും ചെയ്യും. പ്രശസ്ത കുതിരപ്പോരാട്ടമായ ചെൽഡഹാം ഫെസ്റ്റിവലിൽ ഈ വർഷം 4 കുതിരകൾ മരിച്ചതായി റിപ്പോർട്ട്. അവസാന ദിനത്തിൽ മാത്രം 2 കുതിരകളാണ് മരിച്ചത്.
എൻവോയ് എലൻ എന്ന കുതിര വുഡിൽ സെറ്റിൽഹാം ഗോൾഡ് കപ്പ് ചേസ് മത്സരത്തിൽ 9ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതിനു പിന്നാലെ ട്രാക്കിന് സമീപം തളർന്നു വീഴുകയും പിന്നീട് മരിക്കുകയുമായിരുന്നു. 12 വയസ്സുള്ള എൻവോയ് എലൻ മത്സരത്തിലെ ഏറ്റവും പ്രായമേറിയ കുതിരയായിരുന്നു. ആരാധകരുടെ പ്രിയങ്കരനായിരുന്ന ഈ കുതിര ചട്ടഹാം ഫെസ്റ്റിവലിൽ 3 തവണ വിജയിക്കുകയും 10 തവണ ഗ്രേഡ് 1 ജേതാവാകുകയും ചെയ്തിട്ടുണ്ട്. ഈ മത്സരത്തിന് ശേഷം കുതിരയെ വിരമിപ്പിക്കാൻ ഉടമസ്ഥർ തീരുമാനിച്ചിരുന്നു. മറ്റൊരു കുതിരയായ സെയിന്റ് ലേ ഫോർട്ട് എന്ന കുതിര മാർട്ടിൻ പൈക്ക് കണ്ടീഷണർ ജോക്കീസ് ഹാൻഡ് കേപ്പ് ഹാർട്ടിൽ മത്സരത്തിൽ വീണതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് മരണപ്പെട്ടിരുന്നു. ഇതിനു മുമ്പ് ഫെസ്റ്റിവലിനിടെ HMS സീഷോർ, ഹാൻഡ് ഷാർട്ട് എന്നിവയും മരണപ്പെട്ടിരുന്നു. ലീഗ് അഗെയിൻസ്റ്റ് ക്രൂവൽ സ്പോർട്സ് എന്ന സംഘടനയുടെ കണക്കുകൾ പ്രകാരം 2000 മുതൽ ഇതുവരെ ചട്ടഹാം ഫെസ്റ്റിവലിൽ 82 കുതിരകൾ മരിച്ചതായാണ് റിപ്പോർട്ട്. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UK കേരള ചാപ്റ്റർ ഈസ്റ്റ് ലണ്ടൻ യൂണിറ്റ് രൂപീകരിച്ചു. മാർച്ച് 11 വൈകുന്നേരം 6 മണിക്ക് മാനർ പാർക്കിലെ MA UK ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UK കേരള ചാപ്റ്റർ പ്രസിഡന്റ് സുജു ഡാനിയൽ അധ്യക്ഷത വഹിച്ചു. ഷൈലു മാത്യു സ്വാഗതം പറഞ്ഞു. യോഗത്തിൽ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UK കേരള ചാപ്റ്റർ സെക്രട്ടറി അഷ്റഫ് അബ്ദുള്ള ഈസ്റ്റ് ലണ്ടൻ യൂണിറ്റിന് പുതിയ കമ്മിറ്റി രൂപീകരിക്കുവാൻ നിർദ്ദേശം വയ്ക്കുകയും തുടർന്ന് അംഗങ്ങൾ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഷൈലു മാത്യു ആണ് പുതിയ കമ്മിറ്റി പ്രസിഡന്റ്. കൂടാതെ വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, ജോയിന്റ് സെക്രട്ടറിമാർ, ട്രഷറർ, യൂത്ത് പ്രതിനിധി എന്നിവയിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നു. ഭാവിയിൽ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തി കമ്മിറ്റി വിപുലീകരിച്ച് ഈസ്റ്റ് ലണ്ടൻ മേഖലയിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. കോൺഗ്രസിൽ പ്രാദേശിക പ്രശ്നങ്ങളില്ലെന്നും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാതെ എന്ത് പ്രാദേശിക പ്രശ്നമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്നത്തെ ദിവസം തന്നെ 50 സ്ഥാനാർത്ഥികൾക്ക് തങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന് സതീശൻ പറഞ്ഞു. കെ സുധാകരന്റെ FB പോസ്റ്റ് സംബന്ധിച്ചും VD സതീശൻ പ്രതികരിച്ചു. FB പോസ്റ്റ് ഇട്ടത് താനല്ലെന്നാണ് സുധാകരൻ തന്നോട് പറഞ്ഞത്. ഇപ്പോൾ പറയുന്നതല്ല സുധാകരൻ ഇന്നലെ പറഞ്ഞത്. ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്താണ് കുഴപ്പം? അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർലമെന്റ് മണ്ഡലമാണ് കണ്ണൂർ. അതിനേക്കാൾ വലുതാണ് കണ്ണൂർ ജില്ലയെന്നും സതീശൻ പറഞ്ഞു. പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജ് വിവാദത്തിൽ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ശിവപ്രസാദ് അവധിയിൽ പ്രവേശിച്ചു. ശസ്ത്രക്രിയ ദിവസം മാത്രം മെഡിക്കൽ കോളേജിലെത്തും. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് ഡോക്ടർ ശിവപ്രസാദ് ഇന്നലെ വിശദീകരണം നൽകിയിരുന്നു. പിന്നാലെയാണ് അവധിയിൽ പ്രവേശിച്ചത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദേശ വനിത മരിച്ചു. ഫ്രാൻസ് സ്വദേശിയായ ക്രിസ്റ്റിൻ എമിലിയാണ് മരിച്ചത്. വർക്കലയിൽ വിനോദസഞ്ചാരത്തിന് എത്തിയപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. ഈ മാസം 8-ാം തീയതിയായിരുന്നു അപകടം ഉണ്ടായത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.